ഇത് ബരേലി നഗരത്തിൽ സംഭവിച്ചതാണ്. ആ നാട്ടിൽ സ്വപ്നയെന്നും കമലയെന്നും രണ്ടു മരുമക്കൾ ഒരു കുടുംബത്തിൽ തന്നെ ജീവിച്ചു വന്നിരുന്നു. അവരുടെ അമ്മായിയമ്മയുടെ പേര് അമരാവതി. അമരാവതിക്ക് കമലയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. എന്നാൽ സ്വപ്നയെ അവർക്ക് ഇഷ്ടമേ അല്ലായിരുന്നു. ഈ പക്ഷാഭേദത്തിന് കാരണം അവരുടെ രണ്ടുപേരുടെയും നിറമായിരുന്നു. കമല ഒരുപാട് സുന്ദരിയും വെളുത്ത നിറത്തിലുമായിരുന്നു. മറ്റൊരു വശത്ത് സ്വപ്ന ഇരുനിറത്തിൽ, അതായത് കറുത്ത നിറത്തിലായിരുന്നു. കമലേ, നീ ചെന്ന് നിന്റെ പണി ചെയ്തോ. സ്വപ്ന കറമ്പി പാത്രങ്ങൾ കഴുകിക്കോളും. അമ്മേ, ഇന്ന് ഒരുപാട് പാത്രങ്ങളുണ്ട്. കുറച്ച് കമല എന്നെ ഇന്ന് സഹായിച്ചാൽ. ഇല്ല, കമല നിന്നെ സഹായിക്കില്ല. എല്ലാ പാത്രങ്ങളും നീ തന്നെ കഴുകണം. വീട്ടിൽ ആരെങ്കിലും ബന്ധുക്കൾ വന്ന മരുമകളെ നോക്കും. കമല കാരണം എന്റെ മതിപ്പ് കൂടും. പക്ഷെ നീ കാരണം എനിക്ക് മാനം പോകുന്നു. ഇങ്ങനെ ഒരു കറുത്ത മരുമകളാണെന്ന് പറഞ്ഞ് നാട്ടുകാരൊക്കെ സംസാരിക്കുന്നുണ്ട്. സ്വപ്ന ദിവസം മുഴുവനും ജോലി ചെയ്തിട്ട് പോലും അവൾക്ക് തന്റെ അമ്മായിയമ്മയെ സന്തോഷപ്പെടുത്താനേ കഴിഞ്ഞില്ല. അമ്മേ, ഞാൻ നിങ്ങളുടെ കാലൊഴിയട്ടെ. വേണ്ടേ വേണ്ട. നിന്റെ കറുപ്പ് എനിക്ക് ഒട്ടിയാ ഞാൻ എന്തു ചെയ്യും? പിന്നെ ഞാനും നിന്നെ പോലെ നാണം കെടേണ്ടി വരും. അതുകൊണ്ട് നീ എന്നെ തൊടേ വേണ്ട. കമലയുടെയും സ്വപ്നയുടെയും ഭർത്താക്കന്മാർ രണ്ടുപേരും ബിസിനസ്സുകാരായിരുന്നു. അവർ ബിസിനസ് ട്രിപ്പ് അവസാനിപ്പിച്ച് വരുമ്പോഴെല്ലാം രണ്ടുപേരും കുടുംബത്തിനു വേണ്ടി ഗിഫ്റ്റുകളൊക്കെ കൊണ്ടുവരുമായിരുന്നു. ആ ഗിഫ്റ്റ് കുടുംബത്തിലുള്ളവർക്ക് കൊടുക്കാൻ പറഞ്ഞ് അവരുടെ അമ്മയായ അമരാവതിയുടെ കയ്യിൽ ഏൽപ്പിക്കും. അമരാവതി ഗിഫ്റ്റുകൾ എല്ലാവർക്കും കൊടുത്തതിനു ശേഷം അതിൽ എന്തെങ്കിലും ബാക്കി വന്നാൽ അത് സ്വപ്നയ്ക്ക് നേരെ വലിച്ചെറിയും. പലതവണ സ്വപ്നയ്ക്ക് ഒരു ഗിഫ്റ്റും കിട്ടിയിരുന്നതേയില്ല. ഒരു ദിവസം സ്വപ്ന തന്റെ ഭർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു: അമ്മ എന്നോട് വേറെ പോലെയാണ് പെരുമാറുന്നത്. അതും ഞാൻ കറുപ്പാണെന്നുള്ള ഒരു ചെറിയ കാരണം കൊണ്ട്. ഒരു ചില സമയം അവരുടെ കുത്തുവാക്കുകൾ കേൾക്കുമ്പോൾ എനിക്കതൊന്നും സഹിക്കാനേ കഴിയുന്നില്ല. സ്വപ്നയുടെ ഭർത്താവ് രാഘവ് സ്വപ്നയെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. സ്വപ്നയും രാഘവും അവരുടേത് ലവ് മാരേജ് ആയിരുന്നു. സ്വപ്നയുടെ നിറം എങ്ങനെയാണെങ്കിലും രാഘവിന് മാത്രം സ്വപ്നയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ സ്വപ്നയുടെ സ്വഭാവം വളരെ നല്ലതായിരുന്നു. അതുകൊണ്ട് രാഘവ് തന്റെ വീട്ടുകാരെ വരെ എതിർത്ത് സ്വപ്നയെ അവസാനം വിവാഹം കഴിച്ചു. രാഘവിന്റെ ആ പരിശുദ്ധമായ സ്നേഹം കൊണ്ടാണ് സ്വപ്ന തന്റെ അമ്മായിയമ്മയുടെയും ചേട്ടത്തിയുടെയും ക്രൂരതകളൊക്കെ സഹിച്ചു വന്നിരുന്നത്. ഒരു ദിവസം കമല അമ്മായിയമ്മയോട് ഇങ്ങനെ പറഞ്ഞു: അമ്മേ, ഞാൻ പാർലറിലേക്ക് പോയിട്ട് വരാം. ആ കറുമ്പി സ്വപ്നയോട് പാത്രം കഴുകി ഭക്ഷണം പാചകം ചെയ്ത് പണികളൊക്കെ ചെയ്യാൻ പറയൂ. നീ പോയിട്ട് വാ മോളെ. ഞാൻ ആ കറുമ്പി സ്വപ്നയോട് എല്ലാ പണികളും ചെയ്യാൻ പറയാം. അമ്മേ, എനിക്കും ബ്യൂട്ടി പാർലറിലേക്ക് പോകണം. നീ കറുത്തതാണ്. കറുത്തതിന്റെ മുകളിൽ എത്ര മേക്കപ്പ് ഇട്ടും ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് നീ വീട്ടിലിരിക്കുന്നതാ നല്ലത്. ഒരു ദിവസം സ്വപ്ന ടെറസിൽ തുണി ഉണക്കാൻ പോയപ്പോൾ കമല അവിടെ ഇങ്ങനെ പറഞ്ഞു: അമ്മേ, നമ്മൾ പാചകത്തിന് ഒരു മേഡിനെ വെച്ചാൽ നല്ലതാണെന്ന് തോന്നുന്നു. കമല, ഇതുവരെ ഞങ്ങളുടെ വീട്ടിൽ ഒരു വേലക്കാരിയെ വെച്ചതേയില്ല. ഇതാണ് നമ്മുടെ പാരമ്പര്യം. വീട്ടിലുള്ള സ്ത്രീകളാണ് ഭക്ഷണം പാചകം ചെയ്യേണ്ടത്. അമ്മേ, ഞാൻ എന്താ പറയുന്നതെങ്കിൽ ആ കറുമ്പി ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ച് കഴിച്ച് നമ്മളും കറുപ്പായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇല്ല മോളെ, അതെങ്ങനെ സംഭവിക്കും? കറുത്ത കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചത് കൊണ്ട് ആരെങ്കിലും കറുപ്പായി മാറുമോ? അതൊക്കെ നിന്റെ വെറും തോന്നലാണ്. ആ ദിവസം ദസറ നാളായിരുന്നു. വീട്ടിലുള്ള എല്ലാവരും ഉത്സവത്തിന് പോകാൻ റെഡിയായിരുന്നു. സ്വപ്നയും ഉത്സവത്തിന് പോകാൻ വേണ്ടി റെഡിയായിക്കൊണ്ടിരുന്നു. എന്നാൽ ആ സമയം കമല സ്വപ്നയുടെ അടുത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞു: ഹോ മഹാറാണി, നീ റെഡിയാകേണ്ട ആവശ്യമേ ഇല്ല. നീ വീട്ടിൽ തന്നെ ഉണ്ടാകുമെന്ന് അമ്മ പറഞ്ഞു. അമ്മ എന്താ അങ്ങനെ പറഞ്ഞത്? എനിക്കും ഉത്സവത്തിന് പോകണം. അതുമല്ലാതെ വീട്ടിലെ എല്ലാവരും പോകുന്നു. ഞാൻ മാത്രം ഇവിടെ എന്ത് ചെയ്യും? നീ എന്താ മനസ്സിലാക്കാത്തെ? ഇത് ദസറയാണ്. അവിടേക്ക് ഒരുപാട് ബന്ധുക്കളും വരാൻ ചാൻസ് ഉണ്ട്. അവരെങ്ങാനും നിന്റെ കറുത്ത നിറം കണ്ടാൽ നീ കാരണം അമ്മായിമ്മയ്ക്ക് നാണക്കേടാകും. ഞാൻ എവിടെ, നീ എവിടെ? എല്ലാവരും കമ്പയർ ചെയ്യും. അതുകൊണ്ട് നീ വീട് വൃത്തിയാക്കി ഇവിടെ ഇരിക്കെ, ഞങ്ങൾ പോയിട്ട് വരാം. എല്ലാവരും ഉത്സവത്തിന് പോയി. എന്നാൽ പാവം സ്വപ്നയ്ക്ക് മാത്രം വീട്ടിൽ തന്നെ ഇരിക്കേണ്ടതായി വന്നു. ഇത് ദീപാവലിക്ക് ഒരു ദിവസം മുൻപ് നടന്നതാണ്. ചില ഗസ്റ്റുകളൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു.
അമരാവതി തന്റെ 2 മരുമക്കളെയും വിളിച്ച് അവരോട് ഇങ്ങനെ പറഞ്ഞു. സ്വപ്ന കറുമ്പി, നീ വേഗം ചായയും ബജിയൊക്കെ ഉണ്ടാക്കി വെക്ക്. പക്ഷെ അത് കമലയാണ് ഗസ്റ്റിന് മുന്നിൽ എടുത്തുകൊണ്ടുവരിക. സ്വപ്ന കറുമ്പി, നീ അറിയാതെ പോലും ഗസ്റ്റിന് മുന്നിൽ വന്നു പോകരുത്. അമ്മായിയമ്മ ഗസ്റ്റിനോട് സംസാരിക്കാൻ വേണ്ടി പോയി. സ്വപ്ന ഒരുപാട് കഷ്ടപ്പെട്ട് ബജ്ജിയും ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. കമലയ്ക്ക് ഫോൺ വന്നതുകൊണ്ട് അവൾ തന്റെ റൂമിലേക്കും പോയി. അങ്ങനെ ബജ്ജിയും ചായയും റെഡിയായി. എന്നാൽ കമല കിച്ചണിലേക്ക് വന്നതേയില്ല. അയ്യോ, ഈ കമല എവിടെയാണ്? ചായ ചൂടാറുന്നുണ്ട്. അമ്മായിയമ്മയും ഒച്ചയുണ്ടാക്കി. മരുമകളെ, ചായ കൊണ്ടുവാ മോളെ. 2-3 തവണ വിളിച്ചു നോക്കി. എന്നാൽ കമല തന്റെ റൂമിന്റെ ഉള്ളിലിരുന്ന് ചെവിയിൽ ഹെഡ്ഫോണും വെച്ച് ഫോണിൽ സംസാരിക്കുന്നതിൽ ബിസിയായിരുന്നു. അവൾ ചായ കൊണ്ടുപോയി കൊടുക്കുന്ന കാര്യം തന്നെ മറന്നുപോയി. ഞാൻ തന്നെ ചായ കൊണ്ടുപോയി കൊടുക്കണം തോന്നുന്നു. സ്വപ്ന ആ വിരുന്നുകാർക്ക് വേണ്ടി ചായ എടുത്തുകൊണ്ടുവന്നു. ഈ ചെറിയ കാര്യത്തിന് അമ്മായിയമ്മയ്ക്ക് ഒരുപാട് ദേഷ്യം വന്നു. ആ ഗസ്റ്റ് പോയതും അവർ സ്വപ്നയ്ക്ക് നേരെ ദേഷ്യപ്പെട്ടു. നീ ബന്ധുക്കളുടെ മുന്നിലേക്ക് വരാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ നിന്നോട്? നീ എന്നെ ഒരുപാട് നാണം കെടുത്തി. നിന്റെ മോന്ത കണ്ട് ആ ബന്ധുക്കൾ എന്ത് വിചാരിച്ചോ എന്തോ. അപ്പോഴാണ് കമലയും അവിടേക്ക് വന്നത്. അമ്മേ, ഞാൻ വരാനിരുന്നതാ. പക്ഷേ ഈ കറുത്ത മഹാറാണി എന്റെ കയ്യിൽ നിന്ന് പ്ലേറ്റ് വാങ്ങി. അമ്മേ, കമല നുണ പറയുകയാ. മതി, നീ ഈ നിമിഷം തന്നെ വീട്ടിൽ നിന്ന് പുറത്തു പോ. അമ്മേ, നിങ്ങൾ എന്താ പറയുന്നത്? എനിക്ക് എന്റെ സ്വന്തം വീട് പോലുമില്ല. ഞാനൊരു അനാഥാശ്രമത്തിലാ വളർന്നത്. നിങ്ങൾ എന്നെ ഇങ്ങനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയാൽ ഞാൻ എവിടേക്ക് പോകും? അതൊന്നും എനിക്കറിയില്ല. എന്റെ കൺമുമ്പിൽ നീ ഉണ്ടാകാൻ പാടില്ല. സ്വപ്നയുടെ ഭർത്താവ് രാഘവ് വീട്ടിലില്ലായിരുന്നു. പിന്നെ സ്വപ്നയുടെ മൊബൈലും അമരാവതി അവളിൽ നിന്നും വാങ്ങിച്ചു. സ്വപ്നയ്ക്ക് വീട്ടിൽ നിന്നും ഇറങ്ങേണ്ടതായി വന്നു. അടുത്ത ദിവസം സ്വപ്ന ദീപാവലി ദിവസം ഫുട്പാത്തിൽ ഇരുന്ന് ഒരുപാട് വിഷമത്തോടെ പൊട്ടുന്ന പടക്കത്തിൽ തന്നെ നോക്കിക്കൊണ്ടേയിരുന്നു. ദൈവമേ, എന്നെ എന്തിനാണ് ഇങ്ങനെ കറുപ്പാക്കിയത്? ഞാൻ വെളുത്തതാണെങ്കിൽ എത്ര നന്നായേനെ. എനിക്കും കമലയ്ക്ക് കിട്ടുന്ന പോലെ എല്ലാ മര്യാദകളും കിട്ടിയിട്ടുണ്ടാകും. മറ്റൊരു വശത്ത് അമരാവതിയുടെ വീട്ടിൽ ഒരു പടക്കം വന്ന് അമരാവതിയുടെ കയ്യിൽ വന്ന് പൊട്ടി. മോളെ കമലേ, ഒന്ന് വേഗം വന്ന് എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോ. എന്റെ കൈ കത്തിപ്പോയി. ഞാൻ ദീപാവലി ആഘോഷിക്കോ അതോ ഹോസ്പിറ്റലിലേക്ക് വരൂ? നിങ്ങൾ തന്നെ പോയിട്ട് വരൂ. അമരാവതി വേദനയിൽ അലറിക്കൊണ്ടേയിരുന്നു. എന്നാൽ കമല അതിൽ ശ്രദ്ധിച്ചതേയില്ല. ഇപ്പോൾ അമരാവതി തനിച്ച് നടന്നുകൊണ്ടേ ഹോസ്പിറ്റലിൽ പോയി. അപ്പോഴാണ് സ്വപ്ന അമരാവതിയെ കണ്ടത്. എന്തു പറ്റി അമ്മേ? ഈ രാത്രി സമയത്ത് എങ്ങോട്ട് പോകുന്നു? എന്റെ കയ്യിൽ പടക്കം വന്ന് പൊട്ടി പരിക്കേറ്റു. ഞാൻ കമലയോട് എന്റെ കൂടെ ഹോസ്പിറ്റലിൽ വരാൻ പറഞ്ഞതാ. പക്ഷെ അവൾ വരില്ലെന്ന് പറഞ്ഞു. സ്വപ്ന സഹായത്തിന് വേണ്ടി അവിടെയുണ്ടായിരുന്ന വീടിന്റെ വാതിലുകളിലെല്ലാം മുട്ടി. അങ്ങനെ അവസാനം അവൾക്ക് ഒരു ഓട്ടോക്കാരന്റെ സഹായം ലഭിച്ചു. സ്വപ്ന തന്റെ അമ്മായിയമ്മയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോയി. അങ്ങനെ അവർക്ക് ട്രീറ്റ്മെന്റും നൽകി. ഇത്തവണ സ്വപ്നയുടെ ദീപാവലി ഇങ്ങനെയായിരുന്നു. അന്നാണ് അമരാവതിക്ക് അവർ ചെയ്ത തെറ്റുകളെല്ലാം മനസ്സിലായത്. എനിക്ക് നിന്നോട് ക്ഷമ ചോദിക്കാൻ പോലും അർഹതയില്ലെന്ന് എനിക്ക് നന്നായി അറിയാം. ഞാൻ പുറമേയുള്ള ഭംഗിക്കാണ് പ്രാധാന്യം നൽകിയിരുന്നത്. ശരിക്കുമുള്ള ഭംഗി എന്നത് മനസ്സിന്റെ ഭംഗിയാണെന്ന് എനിക്കറിയാതെ പോയി സ്വപ്ന. ഇന്ന് മുതൽ നീയാണ് എന്റെ വീടിന്റെ ഗൃഹനാഥ. അമരാവതി വീട്ടിൽ തിരിച്ചു വന്ന് താക്കോൽ കൂട്ടം കമലയുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങി അത് സ്വപ്നയെ ഏൽപ്പിച്ചു.